ദൈവം അയച്ചതാണ് എന്നുള്ള മോദിയുടെ വചനം യഥാർത്ഥത്തിൽ എതിരായ ഒരു ജനവിധി ഉണ്ടാവുകയാണ് എങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന നിലപാടിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണോ? ഒന്ന്, ദൈവം അയച്ചതാണ് എന്ന് പറയുന്നു. രണ്ട്, JP നഡ്ഡ തങ്ങളുടെ അധ്യക്ഷൻ പറയുന്നു ഞങ്ങൾ RSSുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇതൊക്കെ അനാവശ്യമായ ചർച്ചകളാണ്. ഞാൻ അനിൽ പറഞ്ഞതിന് മറുപടി പറയാം. അതിനു മുമ്പ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ആ ഗ്യാരണ്ടി മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് BJP പോരാടുന്നത്. അതിനെക്കുറിച്ചൊന്നും ആർക്കും തർക്കം വേണ്ട. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരുന്ന ഓരോ വിഷയങ്ങളോടും പ്രധാനമന്ത്രിക്ക് BJPയുടെ നേതാവെന്ന നിലയിൽ പ്രതികരിക്കേണ്ടി വരുന്നുമുണ്ട്. നിങ്ങൾ ആ പ്രസംഗം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസവും കാണുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം മോഡി ഗ്യാരണ്ടിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പലപ്പോഴും. അതിനിടയ്ക്ക് അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ വലിയ വലിയ വാർത്തയാകുന്നു എന്ന് മാത്രം. അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. രണ്ടാമത്തേത്, ദേശീയ രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ CPMന്റെ സുഹൃത്ത് സൂചിപ്പിച്ചത് കണ്ടു. ഒന്ന്, ഈ CPMന് കേരളം വിട്ടാൽ അല്ലെങ്കിൽ കഷ്ടിച്ച് തമിഴ്നാട് കൂടി ഉണ്ടാവും. ഇത് കഴിഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയുള്ളേ? ഈ ദേശീയ തലത്തിൽ എന്നൊക്കെ അവകാശവാദം പറഞ്ഞ കേൾക്കൂ. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ ഇപ്പൊ നികേഷ് ഉൾപ്പെടെ പറഞ്ഞു BJPക്ക് എതിരായിട്ട് വലിയ മുന്നണി ഉണ്ടാക്കി, എല്ലാവരും ഒറ്റക്കെട്ടാണ്. നികേഷ്, ബംഗാളിലെ സ്ഥിതി എന്താ? BJPയും തൃണമൂലും അവിടെ കോൺഗ്രസും CPMും 3 മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇന്നലെ ബംഗാളിൽ നടന്ന വലിയ വലിയ സന്യാസിമാരുടെ രോഷപ്രകടനം ഉൾപ്പെടെ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പഞ്ചാബിൽ സാധിക്കില്ല, ബംഗാളിൽ സാധിക്കില്ല, കേരളത്തിൽ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ബയോളജിക്കലായി ജനിച്ചതല്ല എന്ന് ഒരു പ്രധാനമന്ത്രി പറയാണ്. സ്ഥിരബുദ്ധിയുള്ള ഒരാൾ പറയുന്ന കാര്യമാണോ CKVS അത്? നരേന്ദ്രമോദിയെ ദൈവത്തെ പോലെയാണ് ജനങ്ങൾ ഇന്ന് കാണുന്നത്. ദൈവതുല്യനായിട്ടാണ്. ഈ അഴിമതി മുങ്ങിക്കുളിച്ച ഒരു രാജ്യത്തെ, തകർന്നടഞ്ഞ ഒരു രാജ്യത്തെ, നശിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യത്തെ രക്ഷിക്കാൻ അതായത് 2014 രാജ്യമാണ് ഇന്ത്യ എന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ഞാൻ തകർന്നടിഞ്ഞതല്ല. എക്കണോമി നമ്മൾ ഏത് നിലയിലേക്ക് മോഡി ഉയർത്തിക്കൊണ്ടുവന്നു? എല്ലാ മേഖലയിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. നിങ്ങൾ സെൻസെക്സ് നോക്കുന്നു നികേഷേ, 75,000-ഓളം എത്തിയിരിക്കണോ സെൻസെക്സിന്റെ പോയിന്റ് ഇന്നലെ? നിസ്സാര കാര്യമാണോ? ലോകത്തെ രാജ്യത്തിന്റെ സ്വാഭാവിക വളർച്ച അതിന്റെ അടിസ്ഥാനത്തിൽ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് രാജ്യം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് CKVS മറുപടി, ഞാൻ ദൈവപുത്രനാണ് അല്ലെങ്കിൽ എന്റെ ജനനം ജൈവികമല്ല എന്ന് സ്ഥിരബുദ്ധിയുള്ള ഒരാൾക്ക് പറയാനാകുമോ? KVS പറയോ? നിങ്ങൾ സ്ഥിരബുദ്ധി ഇല്ലാത്തവൻ എന്നൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്ഷേപിച്ചോളിൽ. നിങ്ങൾ ഇതിന്റെ അപ്പുറം പലതും ആക്ഷേപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നരേന്ദ്രമോദിയെ, അമിത്ഷായെയും BJPയെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു മാധ്യമ അല്ല പൂർത്തിയാക്കട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ, ഇടയ്ക്കിടപെടല്ലേ. ഒരു മാധ്യമ സമൂഹം അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ജാതി ഈ എന്താ പറയാ ഫേക്ക് നാറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് മോഡിക്കെതിരായിട്ട്, അമിത്ഷായ്ക്കെതിരായിട്ട്, BJPക്കെതിരായിട്ട് എന്തെല്ലാം നടത്തിയാലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദിസ് ഈസ് ഗോയിങ് ടു ബി ഹിസ്റ്റോറിക് ഇലക്ഷൻ. നിങ്ങൾ എന്ത് ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, നരേന്ദ്രമോദിയെ ഏതെല്ലാം കാരണം പറഞ്ഞ് ആക്ഷേപിച്ചാലും, ഇത് ഞാനൊരു കാര്യം കൂടി പറയാം. 2002 ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നതാണ് കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കുറെ മാധ്യമങ്ങളും ചേർന്ന്. ഒരുപാട് ആക്രമണങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലെ വേട്ടയാടപ്പെട്ട മാധ്യമങ്ങളാൽ, പ്രതിപക്ഷത്താൽ വേട്ടയാടപ്പെട്ട മറ്റൊരു രാഷ്ട്രീയ നേതാവ് മോഡിയെ പോലെ വേറെ ഉണ്ടാവില്ല. അതാണ് മോഡിയുടെ പ്രാധാന്യം.
അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ 2014 എത്തുമ്പോഴും 2024 മൂന്നാമത്തെ ടേമിന് വേണ്ടിയിട്ട് അദ്ദേഹം മത്സര രംഗത്ത് വരുമ്പോഴും ജനങ്ങള് കൈകൂപ്പി നിന്ന് തൊഴുന്നത്. പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇപ്പോ ഇവിടെ വസന്ത് തെങ്ങുംപള്ളി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ വളരെ കാഷ്വൽ ആയിരുന്നു, വളരെ കൂളായിരുന്നു മോദി ഗ്യാരണ്ടി എന്നുള്ള നിലയിൽ 2047 വികസിത രാജ്യമാക്കുമെന്ന നിലയിൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഉയർത്തിയൊക്കെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? അബ് കി ബാർ 400 പാർ എന്നാണ്. 400-ലധികം കടക്കുമെന്നുള്ള ആത്മവിശ്വാസം ഒന്നാം ഘട്ടം കഴിയുന്നതുവരെ നരേന്ദ്രമോദിക്കും BJPക്കും ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന മംഗലസൂത്രം വരുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ വിഭവങ്ങൾ മുസ്ലിങ്ങൾ കട്ടെടുക്കുമെന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബൻസ്വാര. നോക്കൂ, ചരിത്രത്തിൽ ഇന്ത്യ രാജ്യം നിലനിൽക്കുന്ന കാലഘട്ടം മുഴുവൻ ബൻസ്വാര എന്ന രാജസ്ഥാനിലെ ആ പ്രദേശം ഓർമ്മിക്കപ്പെടും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെയാണ് ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഏറ്റവും മോശമായ പ്രസംഗം നടത്തിയിട്ടുള്ളത്. ശ്രീ KVS ഹരിദാസ് ഇതാ നോക്കുക, അവിടെ നിന്നും വർഗീയ ധ്രുവീകരണത്തിൽ നിന്നും നരേന്ദ്രമോദി മാറി അദ്ദേഹം പറയുകയാണ് എൻ്റെ അമ്മ ആ അമ്മയോടുള്ള അനാദരവ് കൂടിയല്ലേ ശ്രീ KVS ഹരിദാസ്? എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതല്ല എന്ന് ഒരു പ്രധാനമന്ത്രി വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ആ മൂല്യം കൊടുക്കുന്നില്ല, ആ വില കൊടുക്കുന്നില്ല എന്ന് പറയുന്ന നിലയിലേക്ക്. അതാണ് നേരത്തെ അനിൽകുമാർ ചോദിച്ചത്. ഇനിയിപ്പോ രാജ്യം മാറി ചിന്തിക്കുമ്പോൾ ആ മാറി ചിന്തിക്കുന്നത് എനിക്ക്, ദൈവപുത്രനായ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണോ ഭംഗ്യം തരേണ നരേന്ദ്രമോദി പറയുന്നത്? നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ എങ്ങനെ വേണമെങ്കിലും ആക്ഷേപിക്കാം. നരേന്ദ്രമോദിയെക്കുറിച്ച് ഇന്ന് ഇന്ത്യയിലെ വലിയ വിഭാഗം ജനങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവതുല്യമായ ബഹുമാനമുണ്ട്, ആരാധനയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്നു വരുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനത തങ്ങളുടെ രക്ഷകനായിട്ട് കാണുന്നത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ ടൈം കഴിഞ്ഞ് മൂന്നാമത്തെ ടൈമിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിനുള്ള ആരാധന, അദ്ദേഹത്തിൻ്റെ റാലികളിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണം ഒന്ന് നിങ്ങൾ വിലയിരുത്തി നോക്കൂ. എത്ര കോടിയല്ല നിങ്ങളുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ പങ്കെടുത്തത്? എത്ര കോടിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോയും ആൾക്കാർ കണ്ടിട്ടുള്ളത്? ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായമാണ്. അതൊക്കെയാണോ ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മള് ശ്രീകൃഷ്ണന്റെ വീഡിയോ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനാണ് വലിയ ദൈവമെന്നും ശ്രീരാമന്റെ വീഡിയോ ആണ് കുറച്ച് കാണുന്നതെങ്കിൽ ശ്രീരാമൻ ചെറിയ ദൈവമെന്നും വിലയിരുത്താറുണ്ടോ? അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുടെ എണ്ണം കൂടുന്ന, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന വീഡിയോക്കാരായിരിക്കുമല്ലോ ദൈവം. ദൈവമാണെന്നല്ല ഞങ്ങളാരും പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? നിങ്ങൾ ആവശ്യമില്ലാത്ത ടിസ്റ്റ് അതിന് ആവശ്യമില്ലാത്ത ടിസ്റ്റ് അല്ല, പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ ന്യൂസ് 18 അഭിമുഖത്തിൽ. വസന്ത് തെങ്ങുംപള്ളിക്ക് എന്താ പറയാനുള്ളത് അക്കാര്യത്തില്? നിങ്ങളാണല്ലോ ആ വിഷയം തുടങ്ങി വെച്ചത്. ജനങ്ങൾ അദ്ദേഹത്തെ ദൈവതുല്യനായിട്ട് കാണുന്നു എന്നൊരു വസ്തുതയല്ലേ, യാഥാർത്ഥ്യമല്ലേ? എങ്ങനെയാണ് ദൈവതുല്യനാവുക? നരേന്ദ്രമോദി അദ്ദേഹം സ്വന്തമായി പറയാ, ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ പറയാണ്, ഞാൻ ബയോളജിക്കലായി എൻ്റെ അമ്മയിൽ നിന്നുണ്ടായതാണ് എന്നാണ് അമ്മ മരിക്കുന്നത് വരെ വിചാരിച്ചിരുന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അതല്ല എന്ന് പറയുമ്പോൾ ദൈവതുല്യനല്ല, എന്നെ ദൈവം നേരിട്ട് അയച്ച ദൈവപുത്രനാണ് ഞാൻ എന്നാണ് പറയുന്നത്. ദൈവപുത്രൻ എന്ന് ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഇമാക്കുലേറ്റ് കൺസെപ്റ്റാണ്. അതാണല്ലോ വെർജിൻ മേരി എന്ന് പറയുന്നത്, ഇപ്പോഴും മേരി വെർജിനായി തുടരുന്നത്. നോക്കൂ, അദ്ദേഹം സ്വന്തം അമ്മയിലൂടെ ഞാൻ ജനിച്ചതല്ല എന്ന് പറയുമ്പോൾ അതിലെന്താ അർത്ഥമാക്കുന്നത്? ദൈവതുല്യനായി കുറേ ആളുകൾ കാണുന്നു എന്നുള്ളതല്ല. അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാട് തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. പക്ഷേ അതുപോലുമല്ല നരേന്ദ്രമോദി ഈ രാജ്യത്തോട് പറയുന്നത്. Debate with MV Nikesh Kumar.